equilibrium in chemical process. The equilibrium in chemical process is called chemical equilibrium. Consider a reaction. A plus B gives C plus D. Initially, the concentration of the reactants decreases and the concentration of the products increases. The concentration of the reactants and concentration of the products, after some time, the concentration of the reactants and concentration of the products become constant. At this state, equilibrium is attained. Chemical equilibrium is a dynamic equilibrium. That is, both the processes takes place simultaneously. That is, forward reaction and backward reaction takes place simultaneously. At equilibrium, the rate of forward reaction and rate of backward reaction is equal. റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള പ്ലോട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈം എടുത്തിരിക്കുന്നു, വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ. തുടക്കത്തിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. ഇവിടെ റിയാക്റ്റൻസ് എയും ബിയും ആണ്. എയുടെ അല്ലെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. സിയും ഡിയും ആണ് പ്രോഡക്റ്റ്, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആവുന്നു. ആ സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഈ പ്ലോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ടൈം എത്തുമ്പോൾ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയി വരുന്നു. ഈ സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. Chemical equilibrium can be attained from both the directions. Chemical equilibrium is a dynamic equilibrium. It can be obtained from both the directions. Next topic, law of chemical equilibrium and equilibrium constant. എന്താണ് equilibrium constant? Rate of a chemical reaction is the change in concentration of any one of the reactants or products per unit time. ഒരു യൂണിറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റന്റിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ചിനെയാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. According to the law of mass action, rate of a chemical reaction is directly proportional to the product of molar concentrations of reactants. Rate of a chemical reaction is directly proportional to the product of molar concentrations of reactants. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അതിലെ റിയാക്റ്റൻസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് മാസ് ആക്ഷൻ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, ദാറ്റ് ഈസ് RF, സ്മോൾ ലെറ്റർ R എന്ന ലെറ്റർ കൊണ്ടാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ F ഡിനോട്ട് ചെയ്യുന്നത് ഫോർവേഡ് റിയാക്ഷൻ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് A എന്ന് കാണിച്ചാൽ അതിനർത്ഥം കോൺസെൻട്രേഷൻ ഓഫ് A എന്നാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു
concentration of B. Rate of reaction is directly proportional to product of molar concentrations of reactants. Forward reaction consider ചെയ്യുമ്പോൾ reactants എന്ന് പറയുന്നത് എയും ബിയും ആണ്. അതുകൊണ്ട് അതിൻ്റെ റേറ്റ് അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. RF is proportional to concentration of A into concentration of B, or RF is equal to KF into concentration of A into concentration of B. പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് ആണ് KF, where K is the rate constant. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് KF എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ RF is equal to KF into concentration of A into concentration of B. Similarly, rate of backward reaction RB is proportional to concentration of C into concentration of D. റിവേഴ്സ് റിയാക്ഷനിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് സിയും ഡിയും ആണ്. അതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് സിയുടെയും ഡിയുടെയും മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് RB, that is rate of backward reaction, is proportional to concentration of C into concentration of D, or RB is equal to KB into concentration of C into concentration of D, where K is the rate constant, KB is the rate constant of backward reaction. At equilibrium, rate of forward reaction is equal to the rate of backward reaction. Equilibrium forward reaction റേറ്റും backward reaction റേറ്റും ഈക്വൽ ആയിരിക്കും. That is, at equilibrium, RF is equal to RB. RF is equal to KF into concentration of A into B. RB is equal to KB into concentration of C into concentration of D. At equilibrium, RF is equal to RB. Therefore, KF into concentration of A into concentration of B is equal to KB into concentration of C into concentration of D. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ KF by KB is equal to concentration of C into concentration of D divided by concentration of A into concentration of B. KF by KB is equal to concentration of C into concentration of D divided by concentration of A into concentration of B. KF by KB, ഈ KB ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ടേമിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. Therefore, KF by KB is equal to concentration of C into concentration of D by concentration of A into concentration of B. KF rate constant of forward reaction, KB rate constant of backward reaction. KF by KB വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെയാണ് KC എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. KF by KB equal to KC. Therefore, KC is equal to concentration of C into concentration of D divided by concentration of A into concentration of B. Or KC is called
equilibrium constant. Kc ആണ് equilibrium constant. AA plus BB gives CC plus DD. ഇവിടെ സ്മോൾ ലെറ്റർ എ ബി സി ഡി റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുള്ള സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ് സ്മോൾ ലെറ്റർ എയും ബിയും സിയും ഡിയും. ഈ ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നോക്കാം. Kc C equal to concentration of C raised to C. ഈ സ്മോൾ ലെറ്റർ C കാണിക്കുന്നത് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. ഈ റിയാക്ഷൻ equilibrium constant Kc C equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B എന്നാണ്. ഓരോ കോൺസെൻട്രേഷൻ ടേമിന്റെയും പവർ ആയിട്ട് അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് കൊടുക്കുന്നു. ഈ എക്സ്പ്രഷൻ പറയുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് product of molar concentrations of the products to that of the reactants with each concentration term raised to a power equal to the stoichiometric coefficients in the balanced chemical equation. Equilibrium constant എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റും റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഈ ഓരോ മോളാർ കോൺസെൻട്രേഷൻ ടേമിനും ഒരു പവർ ഉണ്ടാവും. ആ പവർ എന്ന് പറയുന്നത് ഓരോ സബ്സ്റ്റൻസിന്റെയും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിയും ഡിയും ആയിരിക്കും. അപ്പൊ സിയുടെയും ഡിയുടെയും മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഓരോ കോൺസെൻട്രേഷൻ ടേമിനും ഒരു പവർ ഉണ്ടാവും. ഈ പവർ എന്ന് പറയുന്നത് ഓരോ സബ്സ്റ്റൻസിന്റെയും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. സിയുടെ നമ്പർ ഓഫ് മോൾസ് സ്മോൾ ലെറ്റർ സി ആണ്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി എന്ന് കൊടുക്കുന്നു. ഡിയുടെ നമ്പർ ഓഫ് മോൾസ് സ്മോൾ ലെറ്റർ ഡി ആണ്. therefore concentration of D raised to D എന്ന് കൊടുക്കുന്നു. a product of molar concentrations of product divided by product of molar concentrations of reactants. reactants എയും ബിയും ആണ്. എയുടെ നമ്പർ ഓഫ് മോൾസ് സ്മോൾ ലെറ്റർ എയും ബിയുടെ നമ്പർ ഓഫ് മോൾസ് സ്മോൾ ലെറ്റർ ബിയും ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റും റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഓരോ കോൺസെൻട്രേഷൻ ടേമിനും ഒരു പവർ ഉണ്ടാവും. ആ പവർ എന്ന് പറയുന്നത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു ഇക്വേഷൻ തന്നാൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൺസിഡർ എ റിയാക്ഷൻ manufacture of ammonia, that is N2 gas plus 3H2 gas gives
2NH3 ഗ്യാസ്. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. Kc പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ. ഇവിടെ പ്രോഡക്റ്റ് NH3 ആണ്. Therefore concentration of NH3 raised to അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ 2 ആണ്. Therefore concentration of NH3 raised to 2 divided by റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ്. രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്, അതിന്റെ ഓരോന്നിന്റെയും മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ്. ഫസ്റ്റ് റിയാക്റ്റന്റ് നൈട്രജൻ. കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ റേസ് ടു അതിന്റെ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം കാണിക്കണമെന്നില്ല. ഇനി അടുത്ത റിയാക്റ്റന്റ് ഹൈഡ്രജൻ. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ റേസ് ടു അതിന്റെ നമ്പർ ഓഫ് മോൾസ്. ഹിയർ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 3. Therefore H2 raised to 3. ഇതാണ് ഈ റിയാക്ഷനിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ. Kc is equal to concentration of NH3 raised to 2 divided by concentration of N2 into concentration of H2 raised to 3. ഇതേപോലെയാണ് ഓരോ ഇക്വേഷന്റെയും റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എഴുതേണ്ടത്. കൺസിഡർ അനദർ റിയാക്ഷൻ, ദാറ്റ് ഈസ് H2 plus I2 gives 2HI. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നോക്കാം. Kc is equal to product of molar concentrations of product divided by product of molar concentrations of reactants. ഇവിടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഉള്ളത്, that is HI. Therefore Kc equal to concentration of HI raised to അതിന്റെ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് HI 2 ആണ്, അതുകൊണ്ട് raised to 2 ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ്. ഇവിടെ രണ്ട് റിയാക്റ്റൻസ് ആണുള്ളത്, ഹൈഡ്രജനും അയോഡിനും. Therefore concentration of H2 into concentration of I2. ഇവിടെ ഹൈഡ്രജന്റെയും അയോഡിന്റെയും നമ്പർ ഓഫ് മോൾസ് 1 ആണ്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. Therefore Kc equal to concentration of HI raised to 2 divided by concentration of H2 into concentration of I2. ഇനി ഈ റിയാക്ഷന്റെ റിവേഴ്സ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുക, അതായത് ഇതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ. 2HI gives H2 plus I2. ഈ റിയാക്ഷന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇത്. 2HI gives H2 plus I2. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനും അയോഡിനുമാണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് Kc. റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഡാഷ് എന്നാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Kc ഡാഷ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. C equal to concentration of H2 into concentration of I2 divided by concentration of HI square. Kc dash is equal to concentration of H2 into concentration of I2 divided by concentration of HI square. എന്താണ് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് തമ്മിലുള്ള റിലേഷൻ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും,
ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇൻവേഴ്സ് ആണ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ഇതാണ്. ഇതിന്റെ ഇൻവേഴ്സ് ആണ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് equilibrium constant for the reverse reaction is the inverse of the equilibrium constant for the forward reaction. Forward reaction de equilibrium constant inde inverse ആയിരിക്കും backward reaction de equilibrium constant. That is Kc dash c equal to 1 by Kc. Kc dash എന്ന് പറയുന്നത് റിവേഴ്സ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Kc എന്ന് കാണിച്ചിരിക്കുന്നത് ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. AA plus BB gives CC plus DD എന്ന ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് Kc C equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B ആയിരിക്കും. നമ്മൾ അത് നേരത്തെ പഠിച്ചു. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഈ ഇക്വേഷനെ n എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. That is NAA plus NBB gives NCC plus NDD ആണെങ്കിൽ ഈ ഇക്വേഷന്റെയും ഇതിന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഡബിൾ ഡാഷ് എന്ന് കാണിക്കുന്നു. ഈ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഡബിൾ ഡാഷ് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ Kc ഡബിൾ ഡാഷും Kcയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. Kc ഡബിൾ ഡാഷ് C equal to Kc raised to n ആയിരിക്കും. Kc ഡബിൾ ഡാഷ് C equal to Kc raised to n.